ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ നിങ്ങളുടെയൊക്കെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഞാൻ 2 ദിവസം മുന്നേ മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് കോൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കോൾ ചെയ്യാനുള്ള അവസരം ഉണ്ടെന്ന്. ഞാൻ ഇന്നെ ക്ലാസ്സൊക്കെ ഒഴിവാക്കിയിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് കോളിങ്ങിന് ഇരുന്നത്. ഇനി അടുത്ത ആഴ്ച ഒരു ദിവസം ഞാൻ ഇതേപോലെ തന്നെ ഞാൻ അറിയിക്കുന്നതാണ്, അന്ന് നമുക്ക് കോൾ ചെയ്യാവുന്നതാണ്. അതേപോലെ എൻ്റെ ഇപ്പോൾ ഉള്ള ക്ലാസ് കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ ഞാൻ എൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ തരാം. അപ്പോൾ നിങ്ങൾക്ക് CV അയക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ CV അയച്ചു തരാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ബിസി ആയതുകൊണ്ടാണ് എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് ഏകദേശം 10-15 കിലോമീറ്റർ ദൂരമുണ്ട്. നമുക്ക് അവിടെ പോയി എടുക്കാനൊക്കെ ഉള്ള ഒരു ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് എനിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടും കാരണങ്ങളും, പിന്നെ അത് മാത്രമല്ല ഒരുപാട് മറ്റ് ഷെഡ്യൂളുകൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പോകാൻ പറ്റാത്തത്. കാരണം എല്ലാ ദിവസവും എല്ലാവരും ഒരുമിച്ചല്ല അയക്കുക, എല്ലാവരും പല ദിവസങ്ങളായിട്ട് ആയിരിക്കും അയക്കുക. അപ്പോൾ ഞാനൊരു ടൈം പീരീഡ് പറയാം, അതിൻ്റെ ഉള്ളിൽ എല്ലാവരും CV അയച്ചു തന്നാൽ മതി. അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കുന്നതാണ്. ഓക്കെ ബൈ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഒത്തിരി ജോബ് വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികളെല്ലാം തന്നെ നിങ്ങൾ CV അയച്ചു കൊടുക്കുക. CV അയച്ചു കൊടുക്കേണ്ടത് വാട്സപ്പ് വഴിയാണ്. വാട്സപ്പ് വഴി CV അയച്ചു കൊടുത്ത ശേഷം അവർ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അതേപോലെ തന്നെ അവിടെ UAE ആളുകൾക്ക്, വിസിറ്റിംഗ് വിസയിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെയാണ് ഏറ്റവും എളുപ്പം ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതൽ. നമുക്ക് ഇവിടെ ഉള്ള ആളുകൾക്ക്, നാട്ടിലുള്ള ആളുകൾക്ക് ജോബ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു ട്രാവൽസ് വഴി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3 ദിവസം വർക്കിംഗ് ഡേയ്സ്, 3 ദിവസത്തിനുള്ളിൽ മാക്സിമം ആണത്, 3 ദിവസത്തിനുള്ളിൽ നമുക്ക് വിസിറ്റിംഗ് വിസ കിട്ടും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസത്തെ പ്രൊസീജിയർ മാത്രമാണത്. ബൈ ചാൻസ് എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ അവിടുത്തെ ലീവോ കാര്യങ്ങളൊക്കെ വരിക, അല്ലെങ്കിൽ ഇവിടുത്തെ ലീവോ കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ വിസിറ്റിംഗ് വിസ ഇറങ്ങാൻ വൈകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ദിവസത്തിനുള്ളിൽ വിസിറ്റിംഗ് വിസ വരും. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് എടുത്ത് പോവാം. അപ്പോൾ അതിന് തയ്യാറായിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ജോബ് വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾ CV അയച്ചു കൊടുക്കുമ്പോൾ അവരോട് നിങ്ങളത് പറയുക, 5 ദിവസത്തിനോട് ഞങ്ങൾ വരാൻ തയ്യാറാണ്, നമുക്ക് വേണ്ടിയിട്ട് ഈ ജോബ് വേക്കൻസി അവരവിടെ പെൻഡിങ്ങിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് തരുമോ എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. അങ്ങനെ ചോദിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകളാണ് നമുക്ക് ജോബ് കിട്ടാനായിട്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും പ്രത്യേകത ഓർക്കണം. എന്നിട്ട് വേണം നമ്മൾ അവരോട് ചോദിക്കാനും നമുക്ക് ജോലികൾ ലഭിക്കുവാനും. അപ്പോൾ അങ്ങനെ അതൊരു സാധ്യതയാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യത അങ്ങനെ വരുമ്പോഴാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു ഹൈ പ്രൊഫൈലുള്ള ആളുകൾ, ഹൈ എഡ്യൂക്കേഷനുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ലോ പ്രൊഫൈൽ CV കൂടി നമ്മൾ എപ്പോഴും കയ്യിൽ നമ്മൾ റെഡിയാക്കി വെക്കുക. അപ്പോൾ 2 CV ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഗുണം, നമുക്ക് ഈ 2 ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. നമുക്ക് അവിടെ വേണ്ടതെന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് മാത്രമാണ്. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് ഒരു 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ജോബ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ടാണ്. നമ്മളെക്കാട്ടിലും ടാലന്റ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ പുറത്തുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഉണ്ട്, UAE തന്നെ നിങ്ങളെക്കാൾ യോഗ്യരായിട്ടുള്ള ആളുകൾ, ഞാൻ പറയുമ്പോൾ എന്നേക്കാൾ യോഗ്യരായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ അതേ സെയിം ഫീൽഡിൽ അവിടെ ഉണ്ട്. അവരൊക്കെ ജോബുകൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ മറ്റുള്ളവരെക്കാൾ നമുക്ക് കുറവാണ്. അതായത് അവിടെ ഉള്ള പ്രസൻസിലുള്ള ആളുകളെക്കാട്ടിലും നമുക്ക് കുറവാണ്. എന്ന് കരുതി നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്നല്ല. ഇവിടെ ഉള്ളവർക്കൊക്കെ ജോബ് കിട്ടിപ്പോയ എത്രയോ ആളുകളുണ്ട്. ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കൂടി 2 പിള്ളേർ പോയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ എനിക്ക് നേരിട്ട് വരുന്ന ജോബ് വേക്കൻസികളാണെങ്കിൽ, അതായത് എൻ്റെ സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ വരുന്നതൊക്കെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഒരുപാട് ആളുകളെ കൊണ്ടുപോയിട്ടുള്ളതും അവർക്കൊക്കെ ജോലി മേടിച്ചു കൊടുത്തിട്ടുള്ളൂ. ഞാൻ ആരുടെ അടുത്തുനിന്നും പണമായിട്ട് അല്ലെങ്കിൽ മറ്റു ഉപകാരങ്ങളായിട്ടൊന്നും ഞാൻ മേടിക്കാറില്ല. അത് ഒത്തിരി വീഡിയോയിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് അറിയില്ലാത്ത കാര്യമായതുകൊണ്ടാണ് ഞാൻ ഓരോ പ്രാവശ്യവും നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒത്തിരി സംശയങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെല്ലായ്പ്പോഴും കാണുന്ന ആളുകൾക്ക് കാര്യങ്ങൾ അറിയാം. എന്നിരുന്നാലും ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ജോബിന് അപ്ലൈ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലെന്നൊക്കെ ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ UAE ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അത് ഹൈ പ്രൊഫൈലുള്ള ജോബുകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ലോ പ്രൊഫൈൽ ജോബ് ചെയ്യാൻ കുഴപ്പമില്ല, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയും കൂടി നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് ജോബ് കിട്ടുള്ളൂ. വിസിറ്റിംഗ് വിസ പുതുക്കി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോക്കറ്റ് മുഴുവൻ കാലിയാവും. അതിന് പുറമെ കുറേ കടാവും. കാരണം UAE നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാസം ചുരുങ്ങിയത് ഒരാൾക്ക് ബെഡ് സ്പേസും ഫുഡിൻ്റെ ചിലവും എല്ലാം കൂടി 1000 ദിർഹംസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഏകദേശം ഇന്ത്യൻ മണി 25,000 രൂപയെങ്കിലും ചുരുങ്ങിയത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ നമ്മുടെ ട്രാവലിങ് കാര്യങ്ങളൊക്കെ കൂടി നോക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും
25 എന്നുള്ളത് 30 ആകാം, 35 ആകാം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ മാസം തോറും നമ്മൾ ഒരുപാട് പൈസ നമ്മൾ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അതിലേറെ നല്ലത് നമ്മൾ മറ്റൊരു ജോബും കൂടി അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. പിന്നെ അവിടെ ചെന്നതിന് ശേഷമാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ആണെങ്കിലും നല്ല ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഒരുപാട് കോൺടാക്ട്സുകൾ റെഡിയാക്കി വെക്കുക. നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ബന്ധുക്കളോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതും ലൈസൻസ് ഉള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അന്വേഷിച്ച് വെക്കുക. അപ്പോൾ അവർക്ക് ഫ്രീ ഉള്ള ടൈമിൽ നമ്മളെ കൊണ്ട് എവിടെ ഒരു CV കൊണ്ടുപോയി കൊടുക്കാൻ പോകാനോ അല്ലെങ്കിൽ അവരുടെ പരിചയത്തിലുള്ള സുഹൃത്തുക്കളെയൊക്കെ പോയി കണ്ടിട്ട് നമുക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യാനൊക്കെ അവർ സന്നദ്ധരാകുവാണെങ്കിൽ നമുക്ക് ജോബുകൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ജോബ് കിട്ടും. അതിന് നാണോ മടിയോ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ ചോദിച്ചേ പറ്റുള്ളൂ. കരയുന്ന കുഞ്ഞിനല്ലേ പാല് കൊടുക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. ഞാൻ ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ ഇതേപോലെ തന്നെയാണ്. നമ്മൾക്ക് ഓരോരുത്തരോടും നമ്മളിപ്പോൾ ഒരാളുടെ ചോദിച്ചു, അത് കരുതിയിട്ട് അയാൾ നമുക്ക് കണ്ടെത്തി തരുമെന്ന് കരുതി നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അയാൾ കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളെ നമ്മൾ നോക്കുക. അതേ ദിവസം അതേ ടൈമിൽ തന്നെ അതേ സെക്കൻഡിൽ തന്നെ നമ്മൾ വേറൊരാളെ സമീപിക്കണം. നമുക്ക് ആര് വഴിയാണ് ജോബ് കിട്ടുക എന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും അത് പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ബന്ധങ്ങൾ നമ്മൾ അവിടെ ചെന്നിട്ടുള്ള പരിചയങ്ങൾ മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ വഴി ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടാവും. പിന്നെ ഏത് ജോലിയും ചെയ്യാൻ വേണ്ടി സന്നദ്ധരാണെന്നുള്ളത് ഇവിടുന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ കയറി പോവുക. നമുക്ക് കിട്ടുന്ന ജോലിയിൽ നിങ്ങൾ കയറാൻ വേണ്ടി ശ്രമിക്കുക. ഒരു വിസയ്ക്ക് 2 ലക്ഷം ദിർഹംസാണ് ഇപ്പോൾ ചിലവുള്ളത്. ആ വിസ നമുക്ക് അടിച്ച് തരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും സന്നദ്ധരാണെന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾ തുടരുക. മാക്സിമം ഒരു വർഷം 1.5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ വിസയുടെ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ജോബ് മാറാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ റൂൾസുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. അതേപോലെ തന്നെ എനിക്ക് ഇന്നലെയൊക്കെ വന്നിട്ടുള്ള കമൻറ്റുകൾക്ക് റിപ്ലൈ തരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇന്ന് ആളുകൾ കോൾ ചെയ്യുന്ന ദിവസമായിരുന്നു. ഞാനത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ എനിക്കിന്ന് കമൻറ്റിന് റിപ്ലൈ തരാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് നൈറ്റ് ഞാൻ എല്ലാവർക്കും കമൻറ്റിന് റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറ്റാണ്ടിരുന്നത്. അപ്പോൾ കമൻറ്റിന് റിപ്ലൈ തരാത്തതിൽ ആരും വിഷമിക്കുകയൊന്നും വേണ്ട, അല്ലെങ്കിൽ ആരും നീരസമൊന്നും കാണിക്കേണ്ട. ഞാൻ എന്തായാലും ഇന്ന് ഞാൻ അതിന് കമൻറ്റിന് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ ബൈ, താങ്ക് യു. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികൾ നിങ്ങൾ അപ്ലൈ ചെയ്യണം. എന്നിട്ട് അവർ റിപ്ലൈക്കായിട്ട് കാത്തിരിക്കുക. കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ ആരും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. പണം ആവശ്യപ്പെടുന്ന ജോലികൾക്ക് പോകാണ്ടിരിക്കുക. കാരണം സർവീസ് ചാർജുകളില്ല എന്ന് പറഞ്ഞിട്ടുള്ള ജോബ് വേക്കൻസികളാണ് നമ്മൾ ഇടുന്നത്. പിന്നെ നമുക്ക് പൈസയൊക്കെ ചോദിച്ചിട്ടുള്ള ജോബുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ജോബ് ചെയ്ത് ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാലും നിങ്ങൾ എഗ്രി ചെയ്തോളൂ. കാരണം നിങ്ങൾ അതേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ അടുത്ത് എല്ലാം ജോബിന് സർവീസ് ചാർജുകൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് പണം ആവശ്യപ്പെടുന്ന ജോലികൾക്ക് പോകാണ്ടിരിക്കുക. ഓക്കെ ബൈ, താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം. ഇനി എന്നാണ് വിളിക്കേണ്ടതെന്നുള്ളതും അതേപോലെ എൻ്റെ ഒഴിവ് എപ്പോഴാണെന്നുള്ളത് ഞാൻ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ വഴി തന്നെയാണ് അറിയിക്കുക. അന്ന് ഞാൻ വീണ്ടും പറയുന്നതാണ്. അതേപോലെ തന്നെ ആരും കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. അപ്പോഴേ നമുക്ക് കൂടുതലായിട്ടുള്ള ജോബ് വേക്കൻസികൾ ഇനിയും കിട്ടുള്ളൂ. മെസ്സേജുകൾ അയയ്ക്കുക, വാട്സപ്പ് വഴി CV സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ജോബ് എക്സ്പീരിയൻസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുക, അവരോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവർ റിപ്ലൈക്കായിട്ട് കാത്തിരിക്കുക. ആരെങ്കിലും നമുക്ക് നിങ്ങൾ UAE ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബുകൾ കിട്ടാൻ സാധ്യതകൾ കൂടുതലാണ്.